നാട്ടിൽ വന്നിട്ട് ഞാൻ തിരിച്ചു പോകുന്നൊരു ദിവസമാണ് കേട്ടോ ഇത്. അപ്പോൾ അന്ന് തന്നെ എനിക്കെൻ്റെ ട്രെയിൻ ഒരു 6:30 ട്രെയിൻ ഉണ്ടായിരുന്നു. ആ ട്രെയിൻ എനിക്ക് മിസ്സായി. അപ്പോൾ അതിനുശേഷം എനിക്ക് ഒരു 8:30 ട്രെയിനേ ഉള്ളൂ. അപ്പോൾ അതുവരെ എന്തായാലും തിരിച്ചിനി വീട്ടിൽ പോയിട്ട് വീണ്ടും വരുന്നത് റിസ്ക് ആയതുകൊണ്ട് ഞാൻ ഈ ട്രിവാൻഡ്രം സിറ്റിയിൽ തന്നെ കിടന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ എൻട്രൻസ് വഴി ഞാൻ നേരെ പഴവങ്ങാടിയുടെ ബാക്കിലേക്കായിട്ടാണ് ചെന്നത്. നേരെ ഞാൻ കയറിയതാ ഈ കമ്മൽ കടയിലേക്കാണ്. ഇതെൻ്റെ ഫേവറേറ്റ് കമ്മൽ കടയാണ്. ഞാൻ ഇടുന്ന എല്ലാ കമ്മലും ഈ കടയിൽ നിന്നാണ് കേട്ടോ മേടിച്ചിട്ടുള്ളത്. അത്രയ്ക്കും അടിപൊളി കളക്ഷൻസാണ് ഈ കമ്മൽ കടയിലുള്ളത്. എനിക്ക് ഭയങ്കര വർത്തായിട്ടാണ് കേട്ടോ തോന്നിയിട്ടുള്ളത്. ഈ കടയിലുള്ള എല്ലാ കമ്മലും വെറും 100 രൂപയാണ് കേട്ടോ ഈ കമ്മൽ എല്ലാം ഉള്ളത്. പിന്നെ ഞാൻ ഇത്തവണ ചെന്നപ്പോഴത്തേക്ക് ഒരുപാട് കളക്ഷൻസും ഉണ്ടായിരുന്നു. അതുമാത്രമല്ല നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ. ഇത്തവണ കയറി നോക്കിയപ്പോൾ ഒരുപാട് നല്ല ഒരുപാട് കളക്ഷൻസ് വെറൈറ്റി ജിമിക്ക് കമ്മലുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല ഒരുപാട് കളേഴ്സിലുണ്ട് അവൈലബിൾ ആയിരുന്നു. നമുക്കിവിടെ പല രീതിയിൽ പല ഇയറിങ്സ് പല മോഡലിലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ സൈഡ് കാണിക്കുന്ന കമ്മലുകളെല്ലാം വെറും 40 രൂപയാണ് കേട്ടോ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ 40 രൂപയ്ക്കും 100 രൂപയ്ക്കും ഇവിടുന്ന് കമ്മൽ ഭയങ്കര വേർത്തിങ് ആണ് കേട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് വെച്ചാൽ ഹാങ്ങിങ് ടൈപ്പ് കമ്മലുകൾ 100 രൂപയ്ക്ക് ഭയങ്കര വേർത്താണ് കേട്ടോ. ഞാൻ എപ്പോഴും ഇവിടുന്ന് മേടിക്കുന്നത്. ഈ കാണിക്കുന്ന കമ്മലുകളെല്ലാം 40 രൂപയാണ് കേട്ടോ. നല്ല അടിപൊളി പേളിൻ്റെ കമ്മലും പല കളേഴ്സിലൊക്കെ അവൈലബിൾ ആണ്. കമ്മൽ കടയിൽ വന്നിട്ട് വെറുതെ അങ്ങ് ഇറങ്ങിപ്പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഈ 3 കമ്മൽ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ജിമിക്കയും പിന്നെ ഈ ഒരു വൈറ്റ് സ്റ്റഡ് വെച്ചിട്ടുള്ള ഒരു കമ്മലും പിന്നെ ഒരു സിൽവറിൽ ഈ ഒരു സ്റ്റോൺ വരുന്നൊരു കമ്മലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിനെടുക്കാൻ നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. പിന്നെ ഞാൻ രണ്ടും കൽപ്പിച്ച് ആ ഒരു 3 കമ്മലും എടുത്തു കേട്ടോ. പിന്നെ ഈ കടയുടെ കറക്റ്റ് സ്പോട്ട് വരുന്നത് നമ്മുടെ പഴവങ്ങാടിയുടെ ബാക്കിലായിട്ടാണ് വരുന്നത്. നമ്മുടെ പഴവങ്ങാടിയുടെ ബാക്കിൽ എന്ന് പറയുമ്പോൾ നോവൽറ്റിയുടെയും സൂറത്തിൻ്റെയൊക്കെ കുറച്ചും കൂടെ മുന്നോട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ സൈഡിലോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മുടെ രാമചന്ദ്രയുടെ മെൻസ് ഷോപ്പിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് കേട്ടോ ഒരു കട വരുന്നത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ കമ്മലൊക്കെ വാങ്ങിച്ചിട്ട് വീണ്ടും ഞാൻ കുറച്ചതൊക്കെ നടന്നിട്ട് ഞാൻ തിരിച്ചു പോകാനുള്ളൊരു പ്ലാനാണ്. അപ്പോൾ വന്ന വഴിയെ തന്നെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇവിടുത്തെ കുറേ കടകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. ഒരു വൈകുന്നേര സമയത്തൊക്കെ ഈ ഒരു സ്ഥലം കാണാനും ഭയങ്കര ഭംഗിയാണ്. അത് മാത്രമല്ല ഭയങ്കര തിരക്കായിട്ടോ നല്ല ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ കമ്മലൊക്കെ മേടിച്ചു. ഞാൻ അങ്ങനെ തിരിച്ചു. അതിനുശേഷം നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ ഫ്രണ്ടിൽ ഒരു പുതിയൊരു കട തുടങ്ങിയിട്ടുണ്ട്. മലബാർ ചായപ്പൊടി എന്നും പറഞ്ഞിട്ട് അടിപൊളി കടയാട്ടോ. കാണാൻ നല്ല ഭംഗിയാണ്, നല്ല വൈബാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ടോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഒരു ബ്രൗണിയും ഒരു ചായയൊക്കെ വാങ്ങിച്ച് ഞാൻ കുടിച്ചിട്ട് ഞാൻ ഈ ട്രിവാൻഡ്രം വരികയാണ്. അപ്പോൾ ടാറ്റ ബൈ സീ യു.